Hello, good afternoon all. Hello. Good afternoon, Miss. Afternoon. നമ്മള് ഓണമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ വീണ്ടും പഠനത്തിലേക്ക് ഇറക്കിയാണല്ലേ. നന്നായിരുന്നു ഓണാഘോഷമൊക്കെ, ഹാപ്പി ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു മിസ്സേ, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഇന്ന് പദ്ധതികളുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പദ്ധതികളെ കുറിച്ച് തന്നെയാണ് എടുത്തിരുന്നത്. വീണ്ടും പദ്ധതിയെ കുറിച്ച് തന്നെയാണ് കണ്ടിന്യൂഷൻ ചെയ്യുന്നത്. ഇന്നത്തെ ഏതിന്റെ ബാക്കി എടുക്കുന്നത് പദ്ധതികൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. കുറെ പദ്ധതികൾ വനവുമായി ബന്ധപ്പെട്ടതും കുറച്ച് പ്രത്യേകമായിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു. സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികള്, വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നും. ഇന്നത്തേക്ക് പറയുന്നത് കാർഷിക പദ്ധതികൾ. നമുക്ക് എന്താ പറയാ, കുറച്ച് ഗവൺമെന്റിന്റെ കുറച്ച് കാർഷികവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങള് കൃഷിയത്തിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാറക്കണ്ണൻ എന്നുള്ളത് അതെന്താണെന്ന് ചോദിക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങള് കൃഷിയിടത്തിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാറക്കണ്ണൻ. എന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ചില്ലു ആണ് എന്റെ ആൻസർ. ഞങ്ങളും കൃഷിയിടത്തിലേക്ക് എന്നതിന്റെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ചില്ലു. നോട്ട് ചെയ്ത് വെക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. വീണ്ടും കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMSന്റെ പൂർണ്ണരൂപം. AIMSന്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചാല് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് AIMS. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതി. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങള് ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് AIMS. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. അടുത്തതായിട്ട് ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. കേരള പറയാൻ കഴിയോ? ഫിഷറീസിന്റെ നമ്മള് പറഞ്ഞ എന്താ പറയാ, ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞ മാതിരി തന്നെ എന്താണ് ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനായിട്ട് മുറ്റത്തൊരു മീൻതോട്ടം. പഠിച്ചു വെക്കാനായിട്ട് എളുപ്പമാണ്. മുറ്റത്തൊരു മീൻതോട്ടം. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. കേരള പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി ക്ഷീരഗ്രാമം. നേരത്തെ പഠിച്ചതായിരിക്കുമല്ലോ, ക്ഷീരഗ്രാമം. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTCയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി ഫുഡ് ട്രാക്ക്. അത് മിൽമയുമായിട്ട് KSRTCയും കൂടി ചേർന്നിട്ട് ഒരു ട്രാക്ക്, ഒരു മേഖല കെട്ടിപ്പടുക്കുകയാണ്. എന്താണ്? അതാണ് നമ്മുടെ ഫുഡ് ട്രാക്ക്. നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എല്ലാവരും പാടത്തേക്ക്. അപ്പൊ നേരത്തെ നമ്മൾ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് ജനകീയമാക്കാനായിട്ട് ഒരു പദ്ധതി പറഞ്ഞു. അതെന്താ പറഞ്ഞത്? ഇന്നത്തേക്ക് ആക്റ്റീവ് അല്ലേ നിങ്ങള്? റെസ്പോണ്ട് ചെയ്യുക. എന്താണ് പറഞ്ഞത്? നമ്മള് മുറ്റത്തൊരു മീൻതോട്ടം. അതാണ് എന്ത്? ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. അതേമാതിരി തന്നെയാണ് നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ
സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എല്ലാവരും പാടത്തേക്ക്. ആ പദ്ധതിയുടെ പേരാണ് എല്ലാവരും പാടത്തേക്ക്. ഇനി കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. അത് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല. അപ്പൊ മാലിന്യമില്ലാത്ത ധാന്യപ്പൊടികൾ അതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പാക്കി. ആ പദ്ധതിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ സുഭിക്ഷയാനം. ആ പദ്ധതി നടപ്പാക്കിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി ആരംഭിച്ചു. ആ പദ്ധതിയുടെ പേര് സുഭിക്ഷയാനം. then അതിന്റെ ജില്ല ആലപ്പുഴ. അപ്പൊ നമ്മള് ഇതുവരെയും പഠിച്ചതിൽ എന്താണ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് എന്താ പഠിച്ചത്? ജനകീയമാക്കാനായിട്ട് എല്ലാവരും ഓണത്തേക്ക് ഇത് മാറിയിട്ടില്ലേ? കൃഷി. പിന്നെ എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്നത് നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ, നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ എല്ലാവരും പാടത്തേക്ക്. പിന്നെന്താ, കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം അങ്ങനെയുള്ളവർക്ക് സ്വയം പര്യാപ്തത കൈവരുത്താനായിട്ട് എന്താ പദ്ധതി? പദ്ധതിയുടെ പേര് സുഭിക്ഷ കേരളം. കോവിഡ് സമയത്ത് നമ്മൾക്ക് എന്താണ്, അവിടെ ആ സമയത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത്. അതാണ് സുഭിക്ഷ കേരളം. പിന്നെ മായമില്ലാത്ത ധാന്യപ്പൊടികളുമായിട്ട് എന്താണ് ഒരു പദ്ധതി ഉണ്ടാക്കി, അത് സുഭിക്ഷയാനം. ആ പദ്ധതി നടപ്പാക്കിയ ആദ്യ ജില്ല എന്നില്ല, പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴ. അപ്പൊ ചെറുതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, നമ്മുടെ ക്ഷീരഗ്രാമം എന്ന് പറയുന്നത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് സ്വയം പര്യാപ്തത. പാലുൽപാദനത്തിന്റെ സ്വയം പര്യാപ്തതയാണ് ക്ഷീരഗ്രാമം. KSRTC-യുമായി മിൽമ, അതിന്റെ പേരാണ് ഒരു ട്രാക്ക്. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. എന്താണ് ഇതിന്റെ പേര്? മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി KSRTC-യുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി ഫുഡ് ട്രാക്ക്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ സുഗതകുമാരിയോടുള്ള ആദര സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി സുഗതകുമാരിയോടുള്ള ആദര സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ. സുഗതകുമാരിയുമായി കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ചോദിച്ചാൽ നാട്ടുമാന്തോപ്പുകൾ. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ജീവനി സഞ്ജീവനി. അത് ഓൺലൈനിലൂടെയുള്ള പച്ചക്കറി. അത് ആ ടൈമില് അത് നമുക്ക് ചിലപ്പോ അത്രയും വലിയ പ്രാധാന്യത്തോടുകൂടി നോക്കണമെന്നില്ല. ഇനി ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതി, അത് ഗുണമേന്മയുള്ള മത്സ്യം. ഇപ്പൊ മിക്കവാറും നമുക്കറിയാം മത്സ്യത്തിന്റെ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, കാരണം നമുക്കറിയാലേ പണ്ടത്തെ മാത്രമേ അല്ല, ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് മത്സ്യവുമായി ബന്ധപ്പെട്ട് ഭയങ്കര. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും വരുമ്പോൾ നമ്മൾ നോക്കി വയ്ക്കുക. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. കേൾക്കുമ്പോ മത്സ്യവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അത് ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതി ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. അതെന്താ, കയറുമായി ബന്ധപ്പെട്ട് അല്ലെ, കയറിന്റെ ഉൽപാദനം പ്രചാരം വർദ്ധിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ
2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി. നമ്മൾ നേരത്തെ സഞ്ജീവനിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് ജീവനി സഞ്ജീവനിയാണ്. അത് എന്താന്ന് വെച്ചാൽ പഴം, പച്ചക്കറി അത് ഓൺലൈനിൽ കോവിഡ് ടൈമില് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഓൺലൈനിൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ഇവിടെ വെറും സഞ്ജീവനി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതി. ഔഷധമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ സഞ്ജീവനി അത് മാത്രമേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ ജീവനി സഞ്ജീവനി. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ? ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിമാൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ കൃഷിയുമായി കണക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ സുഗതകുമാരിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നാട്ടുമാന്തോപ്പുകൾ, അത് കൃഷി വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതേമാതിരി തന്നെ ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത് പഴം, പച്ചക്കറി ഓൺലൈനിലൂടെ ലോക്ക്ഡൌൺ ടൈമില്. പിന്നെ വിളൻ സഞ്ജീവനി എന്നുള്ള ഒരു ഇതാണെങ്കിൽ അത് ഔഷധവുമായി ബന്ധപ്പെട്ട ഔഷധ സസ്യ ബോർഡിന്റെ ആയി ബന്ധപ്പെട്ടത്. കയർ ഉൽപ്പന്നമാണെങ്കിൽ എന്താ പറയുക, ഒരു ഉൽപ്പന്നം, ഒരു വീട്ടില് ഒരു കയർ ഉൽപ്പന്നം, ഒരു വീട്ടില് ഒരു കയർ ഉൽപ്പന്നം, അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് എടുക്കാം. പിന്നെ മത്സ്യം, ഗുണമേന്മയുള്ള മത്സ്യം അതിനു വേണ്ടിയിട്ട് ഉപഭോക്താക്കളെ ലഭ്യമാക്കാനായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് എന്ത്, ഒന്ന് പറഞ്ഞു നോക്കി. എന്ത് പദ്ധതിയാണ് ഗുണമേന്മയുള്ള മത്സ്യവുമായി ബന്ധപ്പെട്ട്? അന്തിപ്പച്ച എന്നുള്ളത്. തന്നെ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതി കർഷകർക്കായി കിസാൻ അഭിമാൻ. കിസാൻ അഭിമാനാണ്. അപ്പൊ നമ്മൾ എന്താണ് അത്രയും വരെ ജസ്റ്റ് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വീണ്ടും നമ്മൾ എന്താ പറയാ, കുട്ടികൾക്കുള്ള പദ്ധതികൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികൾ മാത്രം നോക്കാം. നമ്മൾ അതിനിടയ്ക്ക് സ്ത്രീകളുടെയൊക്കെ കുറച്ച് പദ്ധതികൾ നോക്കിയായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് പദ്ധതിയുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്താണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് ആത്മഹത്യ കുറയ്ക്കാൻ. അപ്പൊ ഓർത്ത് വയ്ക്കാൻ നീനാബോധ്. ആത്മഹത്യ കുറയ്ക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനം ആത്മഹത്യ കുറയ്ക്കാൻ, കുട്ടികളുടെ ആത്മഹത്യ കുറയ്ക്കാൻ നീനാബോധ്. അനിവ് എന്ന് പറയുന്നതിൽ വ്യത്യസ്തമാണ്. നീനാവ് അത് ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ വേണ്ടി. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി വിമുക്തി. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. എക്സൈസ് വകുപ്പാണ് ബോധവൽക്കരണ പദ്ധതിയാണ് എന്ത്, ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പ് യോദ്ധാവ്. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പ് ചോദിച്ചാൽ യോദ്ധാവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ മാത്രം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് 2 പദ്ധതികളുടെ പേര് പഠിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ? 2 ലഹരിയുമായി ബന്ധപ്പെട്ട 2 പദ്ധതിയുടെ പേര്. ഒന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് പദ്ധതി ഓർക്കുന്നുണ്ടാരെങ്കിലും? ക്ലീൻ ക്യാമ്പസ് സേഫ്
ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മൾ പഠിച്ചിരുന്നു. സ്കൂളിലെയും കലാലയങ്ങളിലെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു അത്. സ്കൂളിലെയും കലാലയങ്ങളിലെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ, അതാണ് എന്ത് ക്ലീൻ ക്യാമ്പസ്. അത് സ്കൂളിന്റെ കോമ്പൗണ്ട് ഓർത്താൽ മതി, അത് ആ ലക്ഷ്യത്തോടെ ഭാഗം അല്ലെ, കലാലയങ്ങളിലെയും സ്കൂളിലെയും. അത് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് കുട്ടികൾ എന്താണ് നമ്മളുടെ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതി പറഞ്ഞു. കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പും പറഞ്ഞു. ഇത് അതും 2-3 കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ 3-4 നമുക്ക് ഓപ്ഷനിൽ തരാം. ക്വസ്റ്റ്യൻ 1 ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കേട്ടതായിരിക്കും എന്ത് യോദ്ധാവും എന്നുള്ളതും അല്ലെങ്കിൽ വിമുക്തി എന്നുള്ളത്, ക്ലീൻ ക്യാമ്പസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ട കാര്യങ്ങളാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് കറക്റ്റ് യൂസേജ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഒന്നാമത് ക്യാമ്പസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് ആ കലാലയങ്ങളിലെയും സ്കൂളിലെയും എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. സംസ്ഥാന എക്സൈസ് നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. അതേമാതിരി തന്നെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് യോദ്ധാവ്. വേറൊരു കാര്യം കൂടി ഞാൻ പഠിപ്പിച്ചായിരുന്നു. കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി വിക്കാന്. പക്ഷെ ഇവിടെ ബോധവൽക്കരണ പദ്ധതി തന്നെയാണ്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയാണ് എന്ത് വിമുക്തി. അപ്പൊ വിമുക്തി, വിക്കാന്, പിന്നെ എന്താണ് നമ്മുടെ യോദ്ധാവ്, ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, ഇത് 4 മനസ്സിലാക്കി വെക്കുക. കറക്റ്റ് ആയിട്ട് ഇതിനെല്ലാം എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഓക്കെ, അപ്പൊ താഴേക്ക് പോവാം. എന്താണ് ഇനി അടുത്തത് എന്താ പറയാന്ന് വെച്ചാൽ ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതി. ബോക്സിംഗുമായിട്ട് ബന്ധപ്പെടുക. ബോക്സിംഗ് ശരിക്കും നമുക്കറിയാലോ കേരളവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഒന്നും അല്ല, എന്താണ് പഞ്ചാബ് ആ മേഖലയുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ നമ്മൾ അതും കണക്ട് ചെയ്ത് പഠിക്കുക. ബോക്സിംഗ് അല്ലെ, ബോക്സിംഗ് നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ മൈൻഡില്. അപ്പൊ ആ പഞ്ച് എന്നുള്ള പേര് അത് കണക്ട് ചെയ്ത് പഠിക്കുക. എന്താണ് അത്, ബോക്സിംഗ് പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച്. പഞ്ചാബികളാണ് പഞ്ച് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് അത് പഠിച്ചു വെക്കും. ഈ ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ്. ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു പദ്ധതി, അതായത് കേരളത്തിലാണ്. കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ്. നമ്മൾ പറഞ്ഞു ബോക്സിംഗ്, അത് പഞ്ച്. കേരള കായിക വകുപ്പിന്റെ ബാസ്കറ്റ് ബോൾ പരിശീലന പദ്ധതി ഹുപ്സ്. ഹുപ്സ് ആണ് ആ ബാസ്കറ്റ് ബോളുമായി കണക്ട് ചെയ്ത് പഠിക്കുക. ഹുപ്സ് നമ്മള് എന്താ ബോക്സിംഗ് ആണെങ്കിൽ പഞ്ച് പഠിച്ചു. അതേമാതിരി തന്നെ കേരളത്തിന്റെ നമ്മുടെ ഫുട്ബോൾ ആണെങ്കിൽ കിക്ക് ഓഫ്. ഇനി എന്താ പറയണ ബാസ്കറ്റ് ബോൾ പരിശീലന പദ്ധതി ഹുപ്സ്. അത് 2-3 കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഹുപ്സ്, പിന്നെ കിക്ക് ഓഫ്, പഞ്ച്. ഇനി 5 മുതൽ 12 വരെയുള്ള പ്രായ വിഭാഗത്തിൽ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതി സ്പ്രിന്റ്. 5 മുതൽ 12 വരെയുള്ള പ്രായത്തിലുള്ള കായിക അഭിരുചിയുള്ള കുട്ടികളെ സ്പ്രിന്റൊക്കെ കൊടുത്തിട്ട് അവരെ ചാക്കിട്ട് നമ്മൾ എന്താ പറയുക വളരെ വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് അവർ ഓടിക്കാനൊക്കെ വിടുന്ന അങ്ങനെ ഓർത്താൽ മതി. സ്പ്രിന്റ് ആണ് അത്. 5 മുതൽ 12 വരെയുള്ള പ്രായ വിഭാഗത്തിലുള്ള കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ്. സ്പ്രിന്റ്, ഹുപ്സ്, കിക്ക് ഓഫ്, പഞ്ച് ഓർത്ത് വെച്ചേക്കാം. പിന്നെ വീണ്ടും അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി.
എന്താ പറയുന്നത്, അക്കാദമിക് വിദ്യയോടൊപ്പം നമുക്കറിയാം സാമൂഹ്യമായിട്ടും ഉന്നമനപ്പെടണം അല്ലെ കുട്ടികൾ, എന്നാലാണ് ജോലി കാര്യങ്ങളുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രീതിക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ്, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. സഹിതം അതായത് അക്കാദമിയൊക്കെ സഹിതം, അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ സ്മാർട്ട്നെസ് വേണം എന്നുള്ള ഒരു രീതി, മാനസിക പിരിമുറുക്കമൊക്കെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹിതം എന്നുള്ള പദ്ധതിയാണ് നടപ്പാക്കിയത്. വിദ്യാലയ പരിസരങ്ങള് പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി യെല്ലോ ലൈൻ. അപ്പൊ നമ്മുടെ ലഹരിയിൽ ഒരു കാര്യം കൂടി നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക, യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയിലയാണ്. മറ്റേ ലഹരി എന്നുള്ള പേരാണെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പുകയില, വിദ്യാലയ പരിസരങ്ങളിൽ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ. യെല്ലോ ലൈൻ പദ്ധതി എന്താന്ന് വെച്ചാൽ വിദ്യാലയ പരിസരങ്ങളിൽ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. ഇനിയുള്ള അടുത്ത പദ്ധതിയുടെ പേരാണ് ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. ശരണബാല്യം എന്നുള്ളത് നമുക്ക് ആ 2-3 പേരുകൾ അല്ലെ, നമ്മുടെ ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ശരണബാല്യം. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാർ പദ്ധതിയാണ്. അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് നോക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു വാക്യം, 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. എന്റെ മരം പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെയാണ് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണം ഓർക്കുക, എന്റെ മരം 1 മുതൽ 10 വരെ. ഇനി വിദ്യാലയങ്ങളെ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുക എന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. അവിടെ എന്താണ്, ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്താ പറയുക, നമ്മുടെ ഏരിയകളൊക്കെ നല്ല ശാന്തമായിട്ട് നല്ല അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. മറ്റേത് എന്റെ മരം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് എന്താണ്, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതാണ് എന്റെ മരം പദ്ധതി. മറ്റേത് എന്താണ്, വനങ്ങൾ, ആ ഭാഗത്ത് ഒരു ചെറിയ വനങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വനം വകുപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്, വിദ്യാവനം. പിന്നെ നമ്മൾ കുറച്ച് എന്താണ് കായികവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തില് ഒരു പദ്ധതി കൂടി വരുന്നുണ്ട്, കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതി. നീന്തലുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഇനി വല്ല ക്രോസ് മാച്ച് വന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും 2-3 വന്നുകൊണ്ട് അങ്ങനെ ഒരെണ്ണം അങ്ങനെ ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കുറെ പദ്ധതികളുടെ പേര് കൊടുത്തിരിക്കാം. നമ്മളത് മനസ്സിലാക്കുക. ജലവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് സ്പ്ലാഷ്. കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണെങ്കിൽ സ്പ്ലാഷ് ആണ്. അത് നീന്തൽ പരിശീലന പദ്ധതിയാണ്. ഓക്കെ, ഇതൊന്ന് റൗണ്ടപ്പ് ആയിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുക, അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് എളുപ്പമായിരിക്കും. സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ പി ഹണ്ട്. സൈബർ നമുക്കറിയാം കാലഘട്ടത്തില് ഒരു ഇതാണ് അല്ലേ. അപ്പൊ സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും യുവജനങ്ങളുടെ
യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവകേരളം യുവകേരളം. നവകേരളം യുവകേരളം രണ്ടും ചോദ്യത്തിൽ തന്നെയുണ്ട്. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നു. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് ആ പേര് പഠിച്ചു വെക്കാം. നവകേരളം യുവകേരളം. നവകേരളം യുവകേരളം എന്താണെന്ന് ഓർത്ത് വെക്കാം. നവകേരളം കെട്ടിപ്പടുക്കുന്നതിനും യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവകേരളം യുവകേരളം. ഇനി കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. കുട്ടികൾക്ക് വീട്ടിലും അതേപോലെ തന്നെ പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. അടുത്തത് മത്സ്യഫെഡ് KSFE-യുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആയി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം. മത്സ്യഫെഡ് KSFE-യുമായി ചേർന്ന് മത്സ്യഫെഡ് എന്താ പറയണേ KSFE-യുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് മുറ്റത്തൊരു കൃഷി ആ ഒരു മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുട്ടികൾക്ക് മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് KSFE-യുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ആരംഭിച്ചതാണ് ഓൺലൈൻ പദ്ധതിയാണ് പ്രതിഭാ തീരം. കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം. ബാലകേരളം എന്ന് പറയുന്നത് എന്താണ്? അപ്പോ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിയെടുക്കുന്നതിന് ഇതാണ് സാംസ്കാരിക വകുപ്പ്. നമുക്കറിയാം ശാസ്ത്രവും ഇതൊക്കെ വരുമ്പോ നമുക്ക് സാംസ്കാരിക വകുപ്പാണ് അല്ലെ. സാംസ്കാരിക വകുപ്പാണ് അത്. യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിയെടുക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം. ഈ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതി. കുട്ടികളുടെ പദ്ധതികളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് പോണത്. അപ്പൊ അതിലും എന്താ പറയണ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതി നമുക്കറിയാവുന്നതാണെന്ന് പറഞ്ഞു നോക്കി. ഇതൊക്കെ നേരത്തെ പഠിച്ചതായിരിക്കും. അമ്മത്തൊട്ടിൽ അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കുഞ്ഞു കുട്ടികളെ നവജാത ശിശുക്കളെ അപ്പൊ തന്നെ ഓർത്തേച്ചാൽ മതി അമ്മത്തൊട്ടിൽ. ഈ ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ ലോക്ക്ഡൌണിന്റെ കാലത്ത് പോഷകാഹാരക്കുറവ് പരിഹരിക്കാനായിട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് തേനമൃത്. തേനമൃത് ലോക്ക്ഡൌൺ കാലത്ത് പോഷകാഹാരക്കുറവ് കുറെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷൻ പദ്ധതികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ലോക്ക്ഡൌണിന്റെ കാലത്ത് പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെങ്കിൽ തേനമൃത്. ഈ COVID-19 പശ്ചാത്തലത്തില് മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. അത് ആ ടൈമില് അല്ലെ മാനസികമായ പിരിമുറുകയൊക്കെയാണ്. അപ്പൊ ആ ടൈമിൽ എന്താ പറയുന്നത് മാനസിക സംഘർഷം മാറുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചിരി എന്ന് പറയുമ്പോ ആ ഒരു ടൈമില് ആശ്വാസം കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. ഈ കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി കൗമാര സാഫല്യം. കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കുറെ പദ്ധതികളുണ്ടല്ലോ. കുറെ ആരെങ്കിലൊക്കെ പദ്ധതി ഇറക്കും. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താ പറയണ അവര് ആ പദ്ധതി ഇതിനു വേണ്ടിയിട്ടാണ് കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സാഫല്യം. ഇനി അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണം സന്തോഷകരവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ആരോഗ്യപൂർണമായ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അനാഥ ബാല്യമാണ് അനാഥരായ കുട്ടികൾക്ക് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്.
അപ്പൊ നമ്മൾ എന്താ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അവരുടെ കീഴിലുള്ള പദ്ധതികളൊക്കെയാണ്. അവരുടെ കീഴിൽ ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് അവർക്കുള്ള ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ സ്ത്രീകള്, അമ്മ, കുട്ടി, കൗമാരം, ആ 4 വിഭാഗക്കാർക്കുമാണ് എന്താണ് നമ്മുടെ വിമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന പദ്ധതികൾ. ഇനി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന പദ്ധതികൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിൽ മാറിപ്പോകരുത്. അതില് ട്രാൻസ്ജെൻഡർ, ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വയ്യായികയുള്ള പർപ്പിൾസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് എന്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അതേസമയം വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതാണെങ്കിൽ എന്താണ് സ്ത്രീകള്, അമ്മ, കുട്ടി, കൗമാരം, അഡൽട്സ്, എന്താണ് ചൈൽഡ്, അതേമാതിരി തന്നെ വുമൺ, പിന്നെ എന്താണ് മദർ, അങ്ങനെ ആ ഒരു 3-4 സെപ്പറേറ്റ് കേട്ടിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതികൾ ഇറക്കുന്നത്. ഇനി എന്താ നമ്മള് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. എന്റെ വീട് എന്നൊരു പദ്ധതിയുണ്ട്. എന്റെ വീട് എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിർധനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു 6:30 മുതൽ 7:30 വരെ തങ്ങാനായിട്ട് പദ്ധതി. അതായത് നമുക്കറിയാം അല്ലെ, രാത്രി ടൈമുകളിലെല്ലാം ഈ സാധാരണ പാവങ്ങൾക്ക് അല്ലെ, നിർധനരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പിന്നീട് തിരിച്ച് റിട്ടേൺ ചെയ്ത് ചിലപ്പോൾ വീടുകളിൽ എത്താനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയും. അത് സെപ്പറേറ്റ് ആ പ്ലേസും കൂടിയും പറയുന്നുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം അത്തരത്തിലുള്ള ആ പ്ലേസുകളില് വ്യക്തികൾക്ക് അവർക്ക് വേണ്ടി മാത്രം ആ പ്ലേസുകളിലാണ് എന്താണ് എന്റെ വീട് എന്ന പദ്ധതി നടപ്പാക്കുന്നത്. എന്റെ വീട് എന്ന പദ്ധതിയിൽ ഉള്ള ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടും തിരുവനന്തപുരമാണ്. എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിർധനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും 6:30 മുതൽ 7 മണി അല്ലെങ്കിൽ പിറ്റേ ദിവസം 7:30 വരെ തങ്ങാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് എന്റെ വീട്. ഇനി ഇതേമാതിരി തന്നെ 1 ഡേ ഹോം എന്നുള്ള ഒരു പദ്ധതിയാണ്. 1 ഡേ ഹോം എന്താണെന്ന് നോക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലസ്ഥാന നഗരിയില് നമുക്കറിയാം തിരുവനന്തപുരമാണ് നമ്മുടെ തലസ്ഥാനം. ഇപ്പൊ എന്തോ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ ചിലപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് റിട്ടേൺ ചെയ്ത് വീട്ടിലെത്താനായിട്ട് സൗകര്യപ്പെട്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആവുമ്പോൾ അത് ബുദ്ധിമുട്ട് ഉളവാക്കും. അപ്പൊ അങ്ങനെയുള്ള ടൈമുകളിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് 1 ഡേ ഹോം എന്ന് പറയുന്നത്. അത് തലസ്ഥാന നഗരിയിലെ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ ജില്ലകളിലെ സ്ത്രീകള് അവര് വരുമ്പോൾ തിരിച്ചു പോകാൻ പറ്റാതെയാവുമ്പോൾ തങ്ങാനായിട്ട് 150 രൂപ നാമമാത്രമില്ല, ദിവസേന 150 രൂപ ഒരു ദിവസം അവിടെ നിൽക്കണമെങ്കിൽ തങ്ങണമെങ്കിൽ എന്താണ് 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് അത് എന്ത് 1 ഡേ ഹോം. അപ്പൊ 1 ഡേ ഹോമും എന്റെ എന്താ പറയുക എന്റെ വീടൊക്കെ ഒന്ന് മാറിപ്പോകരുത്. എന്റെ വീട് എന്ന് പറയുന്നത് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ 6:30 മുതൽ രാവിലെ 6-7 വരെയുള്ള ടൈമില് സ്റ്റേ ചെയ്യാനായിട്ട് ആർക്ക് നിർധനരായ കുട്ടികൾക്കും അതേമാതിരി തന്നെ സ്ത്രീകൾക്കും തങ്ങാൻ വേണ്ടി. ഇവിടെ മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം അല്ലെ, നമ്മുടെ തലസ്ഥാന നഗരി ആയതുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ തിരിച്ചു പോരാനായിട്ട് സൗകര്യമില്ലാതെ വരുമ്പോൾ അവർക്ക് തങ്ങാൻ വേണ്ടിയിട്ട് 1 ഡേ ഒരു താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ്. 150 രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവ് ഈടാക്കുന്നത്. ആ പദ്ധതിയുടെ പേരാണ് 1 ഡേ ഹോം എന്ന്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചിൽഡ്രൻസ് ഹോം, മറ്റൊരു ഹോമാണ് നമ്മുടെ ചിൽഡ്രൻസ് ഹോം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശ്രദ്ധിക്കുക. ചിൽഡ്രൻസ് ഹോം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അഭയകേന്ദ്രം എന്ന് അങ്ങനെ ചിന്തിക്കരുത്. കുട്ടികളുടെ അഭയകേന്ദ്രമല്ല ഉദ്ദേശിക്കുന്നത് അവിടെ. അതായത് ജസ്റ്റിസ് ആക്ട് പ്രകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് സുരക്ഷയും ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് വരുന്ന എന്താ പറയുന്ന ക്ഷേമം, അവരുടെ ആതുരക്ഷേമം കെട്ടിപ്പടുക്കുന്ന ഒരു ശിശു തിരുത്തൽ സ്ഥാപനമാണിത്. അതായത് നമ്മള് ജുവൈൻ ഹോമിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ അവിടേക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പം അങ്ങനെയുള്ള അവർക്ക് അവിടെ നിന്നിട്ട് ആ ഷെൽട്ടർ ഹോമിൽ നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും തിരുത്തൽ അല്ലെ ബോധവൽക്കരണം ഒക്കെ കൊടുത്ത് അവരെ ഒന്ന്
എന്താ പറയുക അവരൊന്ന് ബോധവൽക്കരണം കൊടുത്ത് അവരിലെ മാറ്റങ്ങൾ ഉളവാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് റെഡിയാക്കുന്ന ഒരു പ്ലേസ്. അപ്പൊ ആ പ്ലേസ് ആണ് എന്താ ചിൽഡ്രൻസ് ഹോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ചിൽഡ്രൻസ് ഹോം എന്ന് പറഞ്ഞ ഒരു ഓർഫനേജ് സൗകര്യം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതെന്താ പറയുന്നത്, നമ്മുടെ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ക്ഷേമം, അതായത് അവർക്ക് ആ ശിശുക്കൾക്കൊക്കെ ആണെങ്കിൽ തിരുത്തൽ ആവശ്യമാണ്. അപ്പൊ തിരുത്തൽ നടപടികളൊക്കെ നടത്തുന്ന വരേക്കും സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഒരു ഹോം സൗകര്യം ഒരുക്കുന്നതാണ് ചിൽഡ്രൻസ് ഹോം എന്നുള്ള പദ്ധതി കൊണ്ട് നടപ്പാക്കുന്നത്. 2-3 പദ്ധതി നമ്മൾ പറഞ്ഞു. 1 ഡേ ഹോം പറഞ്ഞു, ചിൽഡ്രൻസ് ഹോം പറഞ്ഞു. അതേമാതിരി തന്നെ എന്റെ വീട് എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. വീണ്ടും ഇതേമാതിരി തന്നെ ഒരു ചെറിയ ടോപ്പിക്ക് നോക്കാം. മഹിളാ മന്ദിരം നമ്മൾ പറഞ്ഞു. ഈ ചൈൽഡ് ആൻഡ് എന്താ പറയുക വുമൺ ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുമ്പോൾ 4 ഘടകങ്ങളാണുള്ളത്. ശിശുക്കള്, അതേമാതിരി തന്നെ വനിതകള്, അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ സ്ത്രീകളുടെ, അതായത് എന്താ പറയാ അമ്മ, അതേപോലെ തന്നെ കൗമാരം. അത്തരത്തില് 4 രീതിയിലേക്കാണ് കാറ്റഗറൈസ് ചെയ്തേക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മഹിളാ മന്ദിരം എന്നുള്ളതും ഇതിലേക്ക് നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. മഹിളാ മന്ദിരത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവകള്, വിവാഹമോചിതര്, ഉപേക്ഷിക്കപ്പെട്ടവര്, 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മഹിളാ മന്ദിരം പദ്ധതി നടപ്പാക്കുന്നത്. നോക്കാൻ ആരോരുമില്ലാത്ത സ്ത്രീകളും ഇവിടെ തന്നെ എന്നിവരെയൊക്കെയാണ് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ മഹിളാ മന്ദിരത്തിൽ ആരെയൊക്കെയാണ് പ്രവേശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാധാരണ എല്ലാവർക്കും അല്ല, വിധവകള്, വിവാഹമോചിതര് ആയവര്, അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവര്, പിന്നെ 18 വയസ്സ് അല്ലെ മഹിളകളാണ് എന്നുള്ള ലേബിൾ നമുക്കറിയാം. 18 വയസ്സിന് മുകളിലുള്ളവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഈ 18 വയസ്സിന് മുകളിലുള്ളവര് ആരാരും നോക്കാനൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ, സ്ത്രീകൾക്കൊക്കെ തങ്ങാനായിട്ടുള്ള ഒരു താമസ സൗകര്യമാണ് എന്ത് മഹിളാ മന്ദിരം. ഇതെല്ലാം കണക്ട് ചെയ്തതിനെ പഠിച്ചു വെക്കുക. വിധവകള്, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവര്, 18 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെയാണ് ഈ പദ്ധതികള് നടപ്പാക്കുന്നത്. ഇതിനൊപ്പം തന്നെ നോക്കാൻ ആരോരുമില്ലാത്ത സ്ത്രീകളും ഉൾപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മഹിളാ മന്ദിരത്തിൽ. സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം കുട്ടികളുടെ പദ്ധതികള് കവർ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ് കൂടി എന്താ പറയാ വേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കളക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് കേൾക്കുമ്പോൾ തന്നെ അല്ലേ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഏതൊക്കെ തരത്തിലുള്ള കാറ്റഗറിയുള്ള കുട്ടികൾക്കൊക്കെയാണ് നോക്കാം. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെന്ററി പോഷകാഹാരം നൽകുന്ന ഒരു പദ്ധതിയാണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികള്, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെന്ററി പോഷകാഹാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് എന്ത് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം. ഇനിയിപ്പോ നമ്മൾ ആലോചിക്കരുത് വൃദ്ധജനങ്ങളൊക്കെ പെടുന്നൊന്നും ആലോചിക്കരുത്, അതിനകത്തൊന്നും പെടില്ല. എന്താണ് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികള്, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ. ഓക്കെ, ഇനി ആശ്വാസനിധി. ആശ്വാസനിധി എന്ന് പറയുമ്പോഴും നമുക്കറിയാം അല്ലെ, എന്തോ ഒരു നിധി, എന്തോ ഒരു ക്യാഷുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ആ ആശ്വാസനിധിയുമായി കണക്ട് ചെയ്തിട്ട് എന്താണ് സംഭവം എന്ന് നോക്കാം. പലതരത്തിലുള്ള ഇത് എന്താ പറയുക സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പലതരത്തിലുള്ള പീഡനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആസിഡ് ആക്രമണം, പിന്നെ ഹീനമായ ലിംഗാധിഷ്ഠിത ക്രമക്കേട് എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്ക് വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ 300 ലക്ഷം രൂപ എന്താണ് കോർപ്പസ് ഫണ്ട് സൃഷ്ടിക്കുകയും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് പരിപാലിക്കുകയും ചെയ്യുന്നു. അതായത് അവരങ്ങനെ ഒരു ഫണ്ട് സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നാണ് ഇവർക്ക് അനുകൂലമായ എത്രത്തോളം ഫണ്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഫണ്ട് അതായത് ഇത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക്, അതായത് ഗാർഹിക പീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആസിഡ് ആക്രമണം, ഹീനമായ ലിംഗാധിഷ്ഠിത ക്രമക്കേട് എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് അവിടെയുണ്ട്. ആ ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് എത്രത്തോളം ആവശ്യകതയുണ്ട് എന്നുള്ളത് 1 ലക്ഷം വരെ എങ്ങാണ്ടും വ്യക്തികൾക്ക് നൽകാം. ഇങ്ങനെ പ്രോബ്ലംസിന് ഇരയായ വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം, ചെറുതായിട്ടുള്ള ഒരു സഹായ ഹസ്തം, അതാണല്ലോ ആശ്വാസനിധി എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് അവർക്ക് കൊടുത്തു. അപ്പൊ ഇതിനുള്ള ഫണ്ട് എന്ന് പറയുന്നത് എന്താണ് കോർപ്പസ്
കോർപ്പസ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പസ് നമുക്കറിയില്ല, ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറയുകയാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുമാതിരി ഒരു ഫണ്ട് നിശ്ചയിച്ചേക്കുകയാണ്. ആ ഫണ്ടിൽ നിന്നാണ് ഇത്തരം വ്യക്തികൾക്ക് എന്താണ് എത്രത്തോളം തുക അനുവദിക്കുന്നത്. ഇനി എന്താ പറയണമെന്ന് വീണ്ടും പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരകളുടെ നഷ്ടപരിഹാര ഫണ്ട്, ഇരകളുടെ നഷ്ടപരിഹാര ഫണ്ടിന്റെ എന്തെങ്കിലും കൊണ്ട് പരിഗണിക്കാൻ ഈ തുക അനുവദിക്കും. നമ്മളുടെ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഇവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഏൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു ഫണ്ടിൽ നിന്ന് 50,000 മുതൽ 1,00,000 രൂപ വരെ ആനുകൂല്യം, ഒരു സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്, ആശ്വാസ നിധി. ആശ്വാസ നിധി വരുമ്പോ ഓർത്ത് വെച്ചേക്കുക, എന്താണ് പലതരത്തിലുള്ള പീഡനങ്ങൾ, സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആസിഡ് ആക്രമണങ്ങള്, ഹീനമായ ലിംഗാധിഷ്ഠിത ക്രമക്കേട് എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾ ഉൾപ്പെടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആശ്വാസ നിധി. അത് എന്താണ്, ഒരു ഫണ്ട് 300 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ട്. അതിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായ ചെറിയ ചെറിയ തുക കൊടുക്കുന്നത് ആശ്വാസ നിധിയായിട്ട്. 50,000 മുതൽ 1,00,000 രൂപ വരെ ഇവർക്ക് അനുവദിക്കുന്നു. ഇനി അതേമാതിരി തന്നെ എന്താ പറയുക, വിധവാ പുനർവിവാഹ പദ്ധതി, അതും ഇങ്ങനെ ഡൈവേഴ്സ് ആയവർക്കും വിധവകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ പദ്ധതികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് പഠിക്കുമ്പോൾ അതിന്റെ അണ്ടറിലുള്ള ഏത് കാറ്റഗറിക്കാർക്കാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ആ വേർഡ് കൊണ്ട് മീനിങ് ചെയ്തെടുക്കരുത്, അല്ലാതെ തന്നെ അതിന് ഏത് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള പേഴ്സൺസിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ കവർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനതൊന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പഠിപ്പിക്കാം, അല്ലാതെ നിങ്ങൾ വെറുതെ കേൾക്കുന്ന മാതിരി ആയി പോകും. അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ നമ്മുടെ കുട്ടികൾക്കുമായുള്ള പദ്ധതികളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് എന്ന്. അപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്താൻ എന്ത് ചെയ്യുന്നു പറഞ്ഞത് പദ്ധതിയാണത്, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ആ പദ്ധതിയുടെ പേരൊന്ന് പറയാമോ? 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുക എന്റെ മരം. ഇന്ത്യ മരം എന്ന പദ്ധതി. അവർക്ക് എന്താണ്, പരിസ്ഥിതിയുമായി ഇണങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യ മരം. ഇനി നമ്മൾ കുറച്ച് ഗെയിമുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. നമ്മൾ നീന്തലുമായിട്ട് ബന്ധപ്പെട്ട ഏത് പദ്ധതിയെ പഠിച്ചത്? നീന്തലുമായി ബന്ധപ്പെട്ട നിങ്ങൾ അങ്ങനെ ഒരുപാട് പറഞ്ഞു വന്നോളൂ. ആരൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നീന്തലുമായി ബന്ധപ്പെട്ട സ്പ്ലാഷ് എന്ന് പറഞ്ഞ പദ്ധതിയാണ് നമ്മൾ പഠിച്ചത്. അതേമാതിരി തന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പദ്ധതി? ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കാനായിട്ട് എന്താണ് പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് സ്പ്ലാഷ് തന്നെ എന്താണ്, നമ്മുടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദ്ധതി നമ്മൾ പഠിച്ചു. എന്താണ്? കിക്ക് ഓഫ് ആണ്. അതേമാതിരി നമ്മള് പഞ്ചാബികൾ എന്താണെന്ന് പറയുന്നത്? പഞ്ചാബികളാണ് എന്തുമായി ബന്ധപ്പെട്ട പദ്ധതി? ബോക്സിംഗ്. അതിന്റെ പദ്ധതിയുടെ പേര് പറഞ്ഞേ. ഞാനിപ്പോ സ്റ്റേറ്റിന്റെ പേരാ പറഞ്ഞത്. പദ്ധതിയുടെ പേരെന്താ? പഞ്ച്. ഓക്കെ, 1-2 പേര് മാത്രമല്ല, എല്ലാവരും തന്നെ പഠിക്കണം. നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തന്നെ പറയണം. അപ്പൊ എന്താ പറയുക, പഞ്ച് നമ്മൾ പറഞ്ഞു, കിക്ക് ഓഫ് പറഞ്ഞു, ഒപ്പം തന്നെ സ്പ്ലാഷ് പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറയണ, കേരള കായിക വകുപ്പിന്റെ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ട ബാസ്കറ്റ്ബോളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി ഹുപ്സ്. ഇനി നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കായികക്ഷമത ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന പറഞ്ഞത്? അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് പദ്ധതിയാണത്? നമ്മളപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച് അവരെ ഓടിപ്പിക്കാനായിട്ട് പരിശീലിപ്പിക്കും. അപ്പൊ എന്താണ് നമ്മളതിൽ പറഞ്ഞത്? പദ്ധതിയുടെ പേര് സ്പ്രിന്റ്. ഓക്കെ, എന്താ പറയുക, 5 മുതൽ 12 വരെയുള്ള പ്രായവിഭാഗത്തിലുള്ള കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ്. ഓക്കെ, അപ്പൊ നമ്മള് അതുമായി ബന്ധപ്പെട്ട കുറച്ച് എന്താ പറയാ, ഇതുമായി ബന്ധപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു.
ഇനി നമ്മൾ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു. എന്താണ് മത്സ്യവുമായി ബന്ധപ്പെട്ട ആദ്യം പറഞ്ഞൊരു പദ്ധതി? നിങ്ങൾ ആദ്യം തന്നെ എന്താ പറയണ, ഗുണമേന്മയുള്ള മത്സ്യവുമായി ബന്ധപ്പെട്ട തീരം. ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതി പറഞ്ഞോ? പ്രതിഭാതീരം പദ്ധതി ഞാൻ പറഞ്ഞു, അത് മത്സ്യഫെഡ് KSEBയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അന്തിപ്പച്ച. ഓക്കെ, അന്തിപ്പച്ച ആണ് എന്ത് നമ്മുടെ ഗുണമേന്മയുള്ള മത്സ്യം. അതേമാതിരി തന്നെ നേരത്തെ വേറെ ഒരു കാര്യം പറഞ്ഞു നമ്മള് കണ്ടി തന്നെ അല്ലെ, മുറ്റത്ത് എന്താണ് അതെന്താണ് നമ്മൾ പറയുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ട്? ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ജനകീയമാക്കാനായിട്ട് ഒരു മീൻതോട്ടം നമ്മള് ജനകീയമാക്കാനായിട്ട് പൂന്തോട്ടം മാറ്റി എന്താണ് മീൻതോട്ടമാക്കി. അതേമാതിരി നമ്മൾ അന്തിപ്പച്ച പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞത് എന്താണ്, നമുക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾക്കായി ആരംഭിച്ച ഒരു ഓൺലൈൻ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പ്രതിഭാതീരം. എന്താണ് പ്രതിഭാതീരം അല്ലെ? തീരത്തൊക്കെ ഇരുന്ന് അവരുടെ പാരന്റ്സിന്റെ മക്കളെ തീരത്തൊക്കെ ഇരുന്ന് പഠിച്ച് എന്താണ് പ്രതിഭകളായി മാറുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓൺലൈനായിട്ട് മത്സ്യഫെഡുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാതീരം. ഇനി നമ്മൾ എന്താ പറയുന്നത്, ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോധവൽക്കരണം അല്ലെ, പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം. ചെറുവനങ്ങൾ വളർത്തിയെടുക്കാൻ വനം വകുപ്പ് നടപ്പാക്കിയ പദ്ധതി വനം വകുപ്പ്, വനമുണ്ട് ആ ഒരു ആൻസറിലും വിദ്യാവനം. ഓക്കെ, വിദ്യാവനം. ഇനി എന്താ പറയുക, വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്നത്, കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതി ഒരു കവചമായിട്ട് അല്ലെ, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഇനി എന്താ പറയണേ, യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തിയെടുക്കുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി യുക്തിബോധവും സാംസ്കാരിക വകുപ്പ് ആരംഭിച്ചതാണ് ബാലകേരളം. ബാലകേരളം അത് നമുക്ക് എന്താ പറയുക, യുക്തിബോധവും ശാസ്ത്രബോധവും സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഇനി പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന്, ആ കൗമാരത്തിൻ്റെതായ പേരിൽ തന്നെയാണ് തുടക്കം, കൗമാര സാഫല്യം. ഇനി എന്താ പറയുന്നത്, രണ്ടാമത് വീണ്ടും ഒരു ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അനാഥരായ നവജാത, പറഞ്ഞ ആളെ പറയുന്നില്ല, മറ്റെല്ലാവരും പഠിക്കേണ്ടതാണ്. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പദ്ധതി അമ്മത്തൊട്ടിൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ആ ഭാഗം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താറും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നവകേരളം, അതേമാതിരി തന്നെ യുവജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി. നവകേരളം കെട്ടിപ്പടുക്കാനായിട്ട് യുവാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താണ് ആ പദ്ധതിയുടെ പേര്? നവകേരളം, യുവകേരളം. രണ്ടും ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുക. നവകേരളം, യുവകേരളം. നവകേരളം കെട്ടിപ്പിടിക്കാൻ യുവാക്കൾ വേണം അല്ലെ, അപ്പൊ യുവാക്കളുടെ അഭിപ്രായം വേണം. അപ്പൊ അത് രണ്ടും കൂടിയ പദ്ധതിയാണ് എന്ത്, നവകേരളം, യുവകേരളം. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ്, നമ്മുടെ ബാലവേല, ബാലചൂഷണം, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായിരുന്നു അത്തരത്തിലുള്ള 2-3 കാര്യങ്ങൾ അല്ലെ. നമ്മള് ബാലന്മാര് എന്താ പറയുക, ബാലവേലക്കൊക്കെ വരുന്നത് എന്താണ്, എന്തെങ്കിലും തരണേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇതില്ലേ. അപ്പൊ എന്താണ് ശരണം അല്ലെ, ശരണം ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ആ പദ്ധതിയുടെ പേര് ശരണബാല്യം എന്നാണ്. ആ പദ്ധതിയുടെ പേര് ശരണബാല്യം. ഇനി എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കുറച്ചു എന്താണ് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മുടെ വൺ ഡേ ഹോം എന്താണ്, എന്റെ വീട് എന്താണ്, ചിൽഡ്രൻസ് ഹോം എന്താണ് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. വൺ ഡേ ഹോം എന്താണ്, അത് ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്? വൺ ഡേ ഹോം തിരുവനന്തപുരം. നിങ്ങൾക്ക് തിരുവനന്തപുരം കേട്ടപ്പോ തന്നെ മനസ്സിലായി. അതായത് കുറച്ച് പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. PSCയിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരമൊക്കെ പോയിട്ട് വരും. അപ്പൊ ചിലപ്പോൾ അവിടെ തിരിച്ചു പോരാനും പറ്റുന്നില്ല. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വൺ ഡേ ഹോം എന്നുള്ള പദ്ധതി നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വൺ ഡേ ഹോം പദ്ധതി എന്ന് പറയുന്നത് തലസ്ഥാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ
എമൗണ്ടും കൂടി ഓർത്ത് വെച്ചേക്കാം. 150 രൂപയാണ് ഒരു 1 ഡേക്ക്. 150 രൂപ എന്ന നിലയ്ക്ക് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. ഇനി ചിൽഡ്രൻസ് ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും എന്താണ് ചിൽഡ്രൻസ് ഹോം എന്നൊക്കെ നമ്മൾ കേട്ടേക്കുന്നത് അനുസരിച്ച് എന്താണ് നമ്മുടെ ഓർഫനേജ് പോലത്തെ ഹോം അല്ല. അത് നമ്മൾക്ക് ഇവരിങ്ങനെ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മോചനം നേടാൻ വേണ്ടിയിട്ട് അതൊക്കെ അത്രയും കഴിയുന്നവരേക്കും താമസിക്കുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ എന്താ പറഞ്ഞ നമ്മള് അതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞ മഹിളാ മന്ദിരം. മഹിളാ മന്ദിരത്തില് ഈ മഹിളകളായ വ്യക്തികൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. 18 വയസ്സിന് ശേഷം മഹിളകളായ വിധവകളാവാം, അവിടെ വിവാഹ മോചിതരാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതാവാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ആരും നോക്കാൻ പറ്റാത്ത 18 വയസ്സിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. അവരെല്ലാമാണ് എന്താ മഹിളാ മന്ദിരത്തിൽ അഭയം സ്ഥാപിക്കുന്നത്. ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞ 6 മാസം മുതൽ 6 വയസ്സ് വരെ, ഒപ്പം ഗർഭിണികളും മുലയൂട്ടുന്ന വ്യക്തികളും അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് എന്താ സപ്ലിമെന്റ്. ആശ്വാസ നിധി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഭയങ്കര കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ അല്ലെ, ഗാർഹിക പീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ആശ്രിതാക്രമണം, ഹീനമായ ലിംഗാധിഷ്ഠിത ക്രമക്കേട് എന്നിവയ്ക്കൊക്കെ ഇരയായവർക്കൊക്കെയാണ് കൊടുക്കുന്നത്. 50,000 മുതൽ 1,00,000 രൂപ വരെ അനുവദിക്കാവുന്ന ഒരു ഫണ്ടാണ്. അതേമാതിരി ഇത് മൊത്തത്തില് 300 ലക്ഷം രൂപയുടെ കോർപ്പസ് ഫണ്ടിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വിധവാ പുനർവിവാഹ പദ്ധതി, അങ്ങനെ കുറച്ച് പദ്ധതികൾ ഇനിയും കിടക്കണ്ട്. ആരോഗ്യ പദ്ധതികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ആക്ച്വലി പദ്ധതികൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ പദ്ധതി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? പദ്ധതികൾ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സിലും മാറ്റി പിടിക്കണോ എന്ന് പറയുമ്പോ പിന്നെ കുറച്ച് ആരോഗ്യ പദ്ധതി കൂടിയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊരു അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് തീർക്കാൻ നോക്കാം. കാരണം പെട്ടെന്ന് അങ്ങനെ തീരുന്ന ഇതല്ല. എന്നാ ഒരുപാട് ഭയങ്കരമായിട്ട് ഡീപ്പാണ്. നിങ്ങൾ ഉള്ളത് എന്തായാലും ഫസ്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം കുറേശ്ശെയാണ് കളക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോ പരമാവധി പഠിച്ചോടത്തോളം ഇല്ലെടുത്തോടത്തോളം എന്തായാലും ക്യാച്ച് ചെയ്ത് വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ കാണാം. ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മാം.